ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ഷവായയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഓവനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നത് ഓതൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ അവർ ഗ്രില്ല് ചെയ്തിട്ടൊക്കെ അല്ലേ ചിക്കൻ എടുക്കുന്നത്. ഇത് അതുപോലെയൊന്നും അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ പീസ് ആയതുകൊണ്ടാണ് 7 എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒരു 10 തന്നെ എടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി വേണം. അപ്പോൾ ഈ സവാള ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം കുറച്ചും കൂടി നമ്മൾ ചെറിയ ഉള്ളി എടുത്താൽ മതി. പിന്നെ ഒരു പിടി മല്ലിയിലയും വേണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സാധാ എരിവുള്ള വറ്റൽ മുളകാണ്. അതൊരു 7 എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. കുതിർത്തി വയ്ക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് പൊടികളും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് എത്രയാണ് ആവശ്യം അത് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. അത് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഷവായ തയ്യാറാക്കുന്നത് ഒരു ഫുള്ളായിട്ടുള്ള ഒരു ചിക്കനിലാണ്. അപ്പോൾ ഞാനിവിടെ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ചിക്കനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ചിക്കൻ ആണെങ്കിൽ അത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാനാണ് അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് പേസ്റ്റായിട്ട് പോകണം. ഒരു ചെറുതായിട്ടുള്ള ഒരു തരിതരിപ്പോട് കൂടി വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റാം. കുറഞ്ഞതൊരു 6-7 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കുള്ളൂ. അപ്പം ഞാനിത് ഒന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് രാവിലെ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ വൈകിട്ടാണ് ഇതെടുക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നമുക്കൊരു കുക്കറിലേക്ക് ഈ ചിക്കൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, ചിക്കനിൽ തന്നെ വെള്ളം വരും. നമുക്ക് കുക്കറിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ എന്താ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസെല്ലാം ഒരുപാടൊന്നും ഡീപ്പായിട്ട് ഫ്രൈ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് അതേ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മുടെ ബാക്കി വരുന്ന മസാല ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയം ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളുണ്ടല്ലോ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ, ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ഷവായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഓവനൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ് ഇത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.